ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായ രീതിയിൽ കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കുക കേട്ടോ. വളരെ സിമ്പിളായ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്കും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ പറയാം. ഇപ്പം നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കഴുകി എന്ന് പറയാറുണ്ട്. എന്താണ് കഴുകി എന്ന് പറയുമ്പോൾ? വാഷ്ഡ്. കഴുകി, എന്തൊരു സാധനവും കഴുകി എന്ന് പറയാൻ വേണ്ടിയിട്ട് വാഷ്ഡ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാൻ കഴുകി, ഞാൻ എന്ത് കഴുകി എന്നല്ല, ഞാൻ കഴുകി, ഐ വാഷ്ഡ്. ഓക്കെ, ഐ വാഷ്ഡ് അല്ലേ? ഇത് ഏത് ടെൻസ് ആണെന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. നമ്മൾ കഴിഞ്ഞൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. വാഷ്ഡ് കഴുകി, ഐ വാഷ്ഡ്, ഞാൻ കഴുകി. ഇനി ഞാൻ മീൻ കഴുകി, എങ്ങനെ പറയാം? ഞാൻ മീൻ കഴുകി. അപ്പം ഐ വാഷ്ഡ്, ഞാൻ കഴുകി എന്നാണ്. ഇനി മീൻ കഴുകി എന്നാണ് പറയേണ്ടത്. സോ ഐ വാഷ്ഡ് ദ ഫിഷ്. ഐ വാഷ്ഡ് ദ ഫിഷ്, ഞാൻ മീൻ കഴുകി. ഇനി ഞാൻ കൈ കഴുകി. ഇപ്പം ഞാൻ എൻ്റെ കൈ കഴുകി എന്ന് പറയാറുണ്ട് അല്ലേ? ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും പറയാറുള്ളതാണല്ലോ. അപ്പം ഞാൻ എൻ്റെ കൈ കഴുകി, എങ്ങനെ പറയാം? ഐ വാഷ്ഡ് മൈ ഹാൻഡ്. ഐ വാഷ്ഡ് മൈ ഹാൻഡ്, ഞാൻ എൻ്റെ കൈ കഴുകി. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് സംഭവം കഴുകി എന്ന് പറയാൻ വേണ്ടിയിട്ട് വാഷ്ഡ് യൂസ് ചെയ്യുക. ആരാണ് കഴുകിയത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ സബ്ജക്റ്റിനെ കൊണ്ടുവരാം. ഇനി അവളാണ് കഴുകി എന്ന് പറയുന്നത്, അതായത് അവൾ കഴുകി എന്ന് പറയുകയാണെങ്കിൽ ഷീ വാഷ്ഡ്. ഈ പാസ്റ്റിൽ നമ്മളൊരു കാര്യം പറയുമ്പം അതിൽ നമ്മുടെ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെർബ് ഏത് തരത്തിലാണ് എന്ന് തരേണ്ട ആവശ്യമില്ല. സിമ്പിളാണ്. എല്ലാ സബ്ജക്റ്റിനും ഒരേ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അവൾ കഴുകി, ഞാൻ കഴുകി, അവർ കഴുകി, ഏത് വന്നാലും വാഷ്ഡ്. ഷീ വാഷ്ഡ്, ഐ വാഷ്ഡ്, ദേ വാഷ്ഡ്, യു വാഷ്ഡ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് പറയുന്നത് നമ്മളെപ്പോഴും പറയാറുണ്ട് വിളിച്ചു എന്ന് പറയാറുണ്ട് അല്ലേ? വിളിച്ചു, വിളിക്കുക എന്നല്ല, വിളിച്ചു. കഴിഞ്ഞ കാര്യമാണ് കോൾഡ് അല്ലേ? വിളിച്ചു, കോൾഡ്. ഞാൻ വിളിച്ചു, ഐ കോൾഡ്. ഓക്കെ, ഐ കോൾഡ്. ഇപ്പോൾ പറയുകയാണ് ഞാൻ അവളെ വിളിച്ചു, ഐ കോൾഡ് ഹർ. ഐ കോൾഡ് ഹർ, ഞാൻ അവളെ വിളിച്ചു. ഇനി ഞാൻ ഇപ്പോൾ അവളെ വിളിച്ചു, അതായത് ഇപ്പോൾ ഞാൻ അവളെ വിളിച്ചതേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ പാസ്റ്റിൽ നമ്മൾ ഇപ്പോൾ അവളെ വിളിച്ചു എന്ന് കഴിഞ്ഞ സ്പോട്ടിൽ നമ്മൾ പറയുന്നു. എപ്പോഴും നമ്മളവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? ജസ്റ്റ് യൂസ് ചെയ്ത് പറയാം. ഐ ജസ്റ്റ് കോൾഡ് ഹർ എന്ന് വേണം പറയാനായിട്ട്. അല്ലാതെ അവിടെ നൗ നമ്മൾ യൂസ് ചെയ്യാറില്ല. നൗ എപ്പോഴും യൂസ് ചെയ്യുന്നത് പ്രസൻറ്റിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഐ ജസ്റ്റ് കോൾഡ് ഹർ, ഞാൻ ഇപ്പോൾ അവളെ വിളിച്ചു. ഓക്കെ, ഈ അവളിപ്പോൾ എന്നെ വിളിച്ചു എന്നും നമ്മൾ പറയാറുണ്ടല്ലോ. അവൾ ഇപ്പോൾ എന്നെ വിളിച്ചു. ഇവിടെ വിളിച്ചതാരാ? അവളാണ്. അതുകൊണ്ട് മാറ്റമുണ്ടോ? ഇല്ല. ഷീ ജസ്റ്റ് കോൾഡ് മീ. ഷീ ജസ്റ്റ് കോൾഡ് മീ, അവൾ ഇപ്പോൾ എന്നെ വിളിച്ചു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എടുത്തു. എടുത്തു എന്ന് പറയാൻ. അപ്പം നിങ്ങൾക്ക് വെർബ് സിമ്പിളായിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ പുതിയ ചാനലൊന്ന് കാണുക കേട്ടോ. അതിൽ വെർബ് മാത്രമായിട്ട് നമ്മൾ എല്ലാ ഫോമും പഠിക്കുന്നുണ്ട്. ഇപ്പം എടുത്തു എന്ന് പറയുന്നത് ടുക്കും ടേക്കൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. മസ്റ്റായിട്ടും കണ്ടുപഠിക്കുക കേട്ടോ. അപ്പോൾ എടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ്? ടുക്കാണ് അല്ലേ? ടേക്കിൻ്റെ പാസ്റ്റാണ് ടുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എടുത്തു, ഞാൻ എടുത്തു എന്തോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എടുത്തു, ഐ ടുക്ക്. ഐ ടുക്ക്, ഞാൻ എടുത്തു. ഞാൻ ഫോൺ എടുത്തു അല്ലേ? ഞാൻ ഫോൺ എടുത്തു, ഐ ടുക്ക് മൈ ഫോൺ. ഞാൻ എൻ്റെ ഫോൺ എടുത്തു, ഐ ടുക്ക് മൈ ഫോൺ. ഞാൻ എൻ്റെ ഫോൺ ഇങ്ങനെ എടുത്തു എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ നമ്മൾ കോൾ എടുത്തു എന്നല്ല, ഫോൺ കയ്യിലെടുത്തു. അപ്പോൾ ഐ ടുക്ക് മൈ ഫോൺ. ഇനി ഞാൻ അവളുടെ ഫോൺ എടുത്തു എന്ന് പറയുകയാണെങ്കിൽ ഐ ടുക്ക് ഹർ ഫോൺ. ഓക്കെ, ഐ ടുക്ക് ഹർ ഫോൺ. അപ്പം എന്തൊരു സാധനവും, ഞാൻ ഗ്ലാസ് എടുത്തു, ഞാൻ ഗ്ലാസ് എടുത്തു, ഐ ടുക്ക് ദ ഗ്ലാസ്. ഐ ടുക്ക് ദ ഗ്ലാസ്. ഞാൻ കുറച്ച് വെള്ളം എടുത്തു എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ. ഞാൻ വെള്ളം എടുത്തു, ഐ ടുക്ക് വാട്ടർ. ഞാൻ കുറച്ച് വെള്ളം എടുത്തു, ഐ ടുക്ക് സം വാട്ടർ. ഐ ടുക്ക് സം വാട്ടർ. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറയുന്നത് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറയാം ഐ സെറ്റ്
അല്ലെങ്കിൽ ഐ ടോൾഡ്, രണ്ടും പറയാം. രണ്ടും രണ്ട് സിറ്റുവേഷനാണ്. അപ്പം ഞാൻ പറഞ്ഞു, നേരിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഒരാളോട് പറയുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ടോൾഡ് യൂസ് ചെയ്യുന്നത്, അതായത് ടെല്ലിൻ്റെ പാസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ടോൾഡ് പറഞ്ഞു, ടോൾഡ് അല്ലെങ്കിൽ സെഡ്. ഞാൻ പറഞ്ഞു, ഐ സെഡ് അല്ലെങ്കിൽ ഐ ടോൾഡ്. സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഐ സെഡ് ഓർ ടോൾഡ്. ഇത് ഒന്ന് നമ്മൾ പറയുന്നത് ഡയറക്റ്റായിട്ട് പറയുമ്പോഴാണ് ടോൾഡ്. സെഡ് നമ്മൾ ഒരാളോട് പറഞ്ഞ കാര്യം വീണ്ടും നമ്മൾ പറയുന്ന സിറ്റുവേഷൻ. അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ വെർബുകൾ നിങ്ങൾ പഠിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ചാനലൊന്ന് കാണുക. ഇതുപോലെ സെൻറ്റൻസ് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാനൊരു കഥ പറഞ്ഞു, ഞാനൊരു കഥ പറഞ്ഞു. ഇവിടെ നമ്മൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ടോൾഡാണ്. ഐ ടോൾഡ് എ സ്റ്റോറി, ഐ ടോൾഡ് എ സ്റ്റോറി. ഇനി ഞാൻ അവളോട് പറഞ്ഞു എന്ന് പറയുമ്പോഴും ഐ ടോൾഡ് ഹർ എന്ന് പറയാം. ഇനി നമ്മൾ സെഡ് യൂസ് ചെയ്ത് പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം അവൾ പറഞ്ഞു ഞാൻ ടയേർഡാണെന്ന്, അവൾ പറഞ്ഞു ഞാൻ ടയേർഡാണെന്ന്, ഞാൻ ടയേർഡാണ്, ഞാനല്ല അവൾ തന്നെ അവൾ ടയേർഡാണെന്ന് പറയുകയാണ്. സോ ഇങ്ങനെ പറയാം, ഷീ സെഡ് ഐ എം ടയേർഡ്. അവൾ പറഞ്ഞ കാര്യം നമ്മൾ പറയാണ്, അവൾ പറഞ്ഞു ഞാൻ ടയേർഡാണെന്ന് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഷീ സെഡ് ഐ എം ടയേർഡ്. ഇനി അവൻ പറഞ്ഞു അവൻ ബിസി ആയിരുന്നു എന്ന്, അവൻ പറഞ്ഞു അവൻ ബിസി ആയിരുന്നു എന്ന്. അങ്ങനെ പറയുമ്പോഴെങ്ങനെ പറയാം, ഹി സെഡ് ദാറ്റ് ഹി വാസ് ബിസി, ഹി സെഡ് ദാറ്റ് ഹി വാസ് ബിസി. ഇവിടെയാണ് നമ്മൾ സെഡ് യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റായിട്ട് പറയുമ്പോഴാണ് നമ്മൾ ടോൾഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പലതവണ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് പറയുന്നത് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പറയാണ് അവൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, അവൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ അവളൊരു വസ്തു ഉണ്ടായിരുന്നു എന്നൊന്നല്ല, അവൾ ഇവിടെ ഉണ്ടായിരുന്നു, അവളിവിടെ ആയിരുന്നു എന്നാണ്. ഇവിടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് വാസ് ആണ് കേട്ടോ. ഇവിടെ ഹാഡ് ഒന്നല്ല, നമ്മൾ പറയേണ്ടത് വാസ് ആണ്. കാരണം അവളിവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവളിവിടെ ആയിരുന്നു എന്നാണ്. ഇതൊരിക്കലും നിങ്ങൾ മാറിപ്പോകരുത്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരും. നമ്മൾ ഉണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാവ് ഹാസ് അതുപോലെ ഹാഡൊക്കെ അല്ലേ യൂസ് ചെയ്യുക. അപ്പോൾ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണല്ലോ വാസും വേറെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ആയിരുന്നു, അവളിവിടെ ഉണ്ടായിരുന്നു, അവളിവിടെ ആയിരുന്നു. ഓക്കെ, എങ്ങനെ പറയാം, അവൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു സെൻറ്റൻസ് പാസ്റ്റിലായതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ പറയും, ഷി വാസ് ഹിയർ ജസ്റ്റ് നൗ. ഷി വാസ് ഹിയർ ഡയറക്റ്റായിട്ട് നൗ എന്ന് പറയരുത്, അത് തെറ്റാണ്. ജസ്റ്റ് നൗ എന്ന് പറയാം. ആ ഒരു സിറ്റുവേഷനോട് മനസ്സിലാക്കണം. അവൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ അവളെ കാണാനില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഷി വാസ് ഹിയർ ജസ്റ്റ് നൗ, അല്ലെങ്കിൽ ഷി വാസ് ഹിയർ എ വൈൽ എഗോ എന്ന് പറയും. ഷി വാസ് ഹിയർ എ വൈൽ എഗോ, കുറച്ച് മുമ്പ് അവളിവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെ പറയാം കേട്ടോ. ഇതൊക്കെയാണ് ഈ ഇംഗ്ലീഷിൻ്റെ ഒരു വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഇനി അത് അവളിവിടെ ഇപ്പോൾ ഉണ്ട്, അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം, ഷി ഈസ് ഹിയർ നൗ എന്ന് യൂസ് ചെയ്യാം. ഇങ്ങനെ വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അവൾ ഇവിടെ ഉണ്ട്. ഷി ഈസ് ഹിയർ, ഷി ഈസ് ഹിയർ, അവൾ ഇവിടെ ഉണ്ട്. അവൾ ഇവിടെ ഇല്ല, ഇതിന് നെഗറ്റീവ് നമ്മൾ പറയാറുണ്ടല്ലോ. അവൾ ഇവിടെ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഷി ഈസിൻറ്റ് ഹിയർ നൗ, അവൾ ഇപ്പോൾ ഇവിടെ ഇല്ല. ഷി ഈസിൻറ്റ്, ഈസ് നോട്ട്, ഷി ഈസിൻറ്റ് ഹിയർ നൗ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുകയാണ് അവൾ അവിടെ ഉണ്ടാകും. അവൾ അവിടെ ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഷി വിൽ ബി ദർ, ഷി വിൽ ബി ദർ, അവൾ അവിടെ ഉണ്ടാകും. ഇനി നമുക്ക് ഉറപ്പൊന്നുമില്ല, അവൾ അവിടെ ഉണ്ടാകും എന്ന് നമുക്ക് സങ്കല്പം മാത്രമാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യാം, ഷി മേ ബി ദർ, ഷി മേ ബി ദർ. അപ്പം വില്ലും മേയും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. വില്ലാണെങ്കിൽ നമുക്കവിടെ ഉറപ്പുള്ളൊരു കാര്യം പറയാണ്, ഷി വിൽ ബി ദർ, അവളവിടെ ഉണ്ടാകും, എനിക്കറിയാം ഈ ഒരു സിറ്റുവേഷൻ. ഇനി ഷി മേ ബി ദർ എന്ന് പറയുന്നത് ഒരു അനുമാനം, നമുക്കറിയില്ല, നമുക്കൊരു ഡൗട്ട് പോലെ നമ്മൾ പറയുകയാണ്. അത് അങ്ങനെയാണെങ്കിൽ അവളവിടെ ഉണ്ടാകുമായിരിക്കും എന്നൊക്കെ പറയാറുണ്ടല്ലോ, അവിടെ നമുക്ക് ഷീ മേ ബി ദർ. ഓക്കെ, ഇനി വേറൊരു രീതിയിൽ പറയണം, അവൾ ഇന്നലെ മുതൽ ഇവിടെ ഉണ്ട്,
അവൾ ഇന്നലെ മുതൽ ഇവിടെയുണ്ട്. ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ, അവളാണ് സബ്ജക്റ്റ്. സോ നമുക്ക് എങ്ങനെ പറയാം? ഹാസ് ബീൻ ഹിയർ സിൻസ് യെസ്റ്റർഡേ. ഷീ ഹാസ് ബീൻ ഹിയർ സിൻസ് യെസ്റ്റർഡേ. അവൾ ഇന്നലെ മുതൽ ഇവിടെയുണ്ട്. നാളെ ഞാൻ ഇവിടെ ഉണ്ടാകില്ല. നാളത്തെ കാര്യമാണ് കേട്ടോ. നാളെ ഞാനിവിടെ ഉണ്ടാകില്ല എന്നെങ്ങനെ പറയാം? ഐ വോണ്ട് ബി ഹിയർ ടുമോറോ. ഐ വോണ്ട് ബി ഹിയർ ടുമോറോ. നാളെ ഞാനിവിടെ ഉണ്ടാകില്ല. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നീ ഇപ്പോൾ അവിടെ ഉണ്ടാകുമോ? നീ ഇപ്പോൾ അവിടെ ഉണ്ടാകുമോ എങ്ങനെ ചോദിക്കുക? വിൽ യു ബി ദർ നൗ? വിൽ യു ബി ദർ നൗ? നീ ഇപ്പോൾ അവിടെ ഉണ്ടാകുമോ? ഞാൻ കഴിച്ചു. കഴിച്ചു എയ്റ്റ് അല്ലേ? ഈറ്റ് അല്ല, എയ്റ്റ്. കഴിച്ചു എന്നാണ് എയ്റ്റ്. ഞാൻ കഴിച്ചു, ഐ എയ്റ്റ്. ഞാനൊരു ആപ്പിൾ കഴിച്ചു, ഐ ഏറ്റ് ആൻ ആപ്പിൾ. ആപ്പിൾ അല്ല, ആൻ ആപ്പിൾ. ആർട്ടിക്കിൾസ് വേർഡ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ കുറേ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആർട്ടിക്കിൾ വേർഡ് മസ്റ്റാണ്. എ ആൻഡ് ദ എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം ഐ ഏറ്റ് ആൻ ആപ്പിൾ. ഞാനൊരു ആപ്പിൾ കഴിച്ചു. ഇങ്ങനെ നമുക്ക് ഒരു വെർബ് എടുത്തിട്ട് പല രീതിയിലും നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കൊരു വെർബ് തരാം, അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. എത്രത്തോളം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കാം. വെർബ് ഇതാണ്. ഞാൻ വൃത്തിയാക്കി. ഞാൻ വൃത്തിയാക്കി, അവൾ വൃത്തിയാക്കി, അവൻ വൃത്തിയാക്കി എന്നൊക്കെ പറയാം. വൃത്തിയാക്കി എന്നുള്ള വെർബാണ്. അതിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? വൃത്തിയാക്കുക, ക്ലീൻ ആണ്. വൃത്തിയാക്കി എന്ന് പറയുമ്പോൾ ക്ലീൻ്റെ പാസ്റ്റ് രൂപമാണ് വേണ്ടത്. അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ വൃത്തിയാക്കി, ഞാൻ റൂം വൃത്തിയാക്കി, ഞാൻ ഷോപ്പ് വൃത്തിയാക്കി, ഞാൻ കിച്ചൺ വൃത്തിയാക്കി, ഞാൻ എൻ്റെ കാറ് വൃത്തിയാക്കി. ഇങ്ങനെ പലതും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം സെൻറ്റൻസ് ഈ വൃത്തിയാക്കി എന്ന് പറയുന്ന വെർബ് യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് നിങ്ങളിന്ന് താഴെ കമൻ്റ് ആക്കുക. ഇവിടെ പാസ്റ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, വൃത്തിയാക്കി എന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ നിങ്ങൾ ക്ലീൻഡ് യൂസ് ചെയ്ത്, ഞാൻ പറഞ്ഞു ക്ലീൻ്റെ പാസ്റ്റ് ക്ലീനിലാണ്. അപ്പോൾ ക്ലീൻഡ് യൂസ് ചെയ്തിട്ട് പരമാവധി സെൻറ്റൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.